ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? ഞാനിപ്പോൾ ബെൽജിയത്തിലൊരു പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി ലോഡുമായിട്ട് ഫ്രാൻസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു പാർക്കിങ്ങിൽ ഒതുക്കേണ്ട വന്നു. എൻ്റെ കണ്ടെയ്നർ ഇന്നലെ രാത്രി ആരോ കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. രാത്രി ശബ്ദമൊക്കെ കേട്ടാണ്, പക്ഷേ ഞാൻ പുറത്തിറങ്ങാൻ നിന്നില്ല. പുറത്തിറങ്ങിയാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് രാവിലെയാണ് ഞാൻ എന്താ സംഭവം എന്ന് പുറത്തിറങ്ങി നോക്കുന്നത്. ഇപ്പോൾ സമയം ഏറെക്കുറെ 8 മണിയായിട്ടുണ്ട്. നേരം വെളുത്തു വന്നിട്ടില്ല, വെളിച്ചായിട്ടില്ല. ഞാൻ നിൽക്കുന്ന പാർക്കിംഗ് കാണിച്ചു തരാം. ഞാൻ വിചാരിച്ച മൊത്തത്തിൽ അവർ ടാങ്കൊക്കെ പൊളിച്ചു. ആ ടാങ്കൊന്നും പൊളിച്ചിട്ടില്ല. അവർ ജസ്റ്റ് കണ്ടെയ്നർ കുത്തിപ്പൊളിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇതുണ്ടോ, നമ്മളെ സീൽ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡോറ് തുറക്കാൻ കുറച്ച് നേരം ട്രൈ ചെയ്തു. ഞാൻ ലോക്കൽ ഹൈറ്റിലാണ് ഇട്ടത്. അതുകൊണ്ട് അവർക്ക് എന്താ പറയുന്നത്, അവരധികം മെനക്കെടാൻ നിന്നില്ല. ഇനിയിപ്പോൾ എന്താ അറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ക്യാമറ ഇട്ടതിൻ്റെ ഉള്ളിലത്തെ ലോഡ് നോക്കിയൊന്നും അറിയത്തില്ല. എന്തായാലും സാധനങ്ങളൊന്നും പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇതിനിപ്പോൾ തുറന്നു നോക്കണം. തുറന്നു നോക്കിയിട്ട് എന്താണ് അവസ്ഥ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. തുറന്നു നോക്കിയപ്പോൾ നമ്മളെ ലോഡ് സേഫാണ്. നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഡാമേജ് ആക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ നമ്മളെ സീല് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ കണ്ടെയ്നർ ലോക്ക് ഇട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ കുറേ വണ്ടികൾ വേറെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്തെ ലോഡ് അവർക്ക് ആവശ്യമില്ലാത്തതെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം ആ ഒരു പരിപാടിയിൽ അവർ നിർത്തിപ്പോയി. രാത്രി ഒച്ചപ്പാടും ബഹളമൊക്കെ ഞാൻ കേട്ടതാണ്, പക്ഷേ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാബിനിൽ നമ്മൾ സേഫായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാത്രി 3 മണിക്കാണ് ഇതിൻ്റെ ശബ്ദം കേട്ടത്. ആ സമയത്ത് നമ്മളെ മാനേജറെ വിവരം അറിയിച്ചിട്ടോ അല്ലെങ്കിൽ പോലീസിനെ വിവരം അറിയിച്ചിട്ടോ ഒരു കാര്യമില്ല. കാരണം നമ്മൾ അപ്പോൾ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പുറത്തിറങ്ങാതെ നമ്മളെ സേഫ്റ്റി നോക്കിയിരിക്കുക. എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് പുറത്തിറങ്ങി നോക്കിക്കൂടായിരുന്നു എന്നൊക്കെ. അതൊന്നും ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് നഷ്ടം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനും നമുക്ക് മാത്രമേ നഷ്ടമുള്ളൂ. പിന്നെ ഇവിടെയുള്ള ലോഡൊക്കെ എല്ലാം ഇൻഷുറൻസ് ഉള്ളതാണ്. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഡാമേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ പോലീസിനെയും കാര്യത്തിനൊന്നും വിളിക്കേണ്ടാത്തതുകൊണ്ട് മാനേജർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കമ്പനി നമുക്ക് സീല് തരുന്നുണ്ട്. അതിലൊരു പുതിയ സീൽ എടുത്തിട്ടിട്ട് നമ്മളെ ലോഡ് കണ്ടിന്യൂ ചെയ്യാനാണ്. ഇനി എനിക്ക് ഫ്രാൻസിലേക്കാണ് പോകാനുള്ളത്. ഏറെക്കുറെ 425 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇനി യാത്ര ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പാർക്കിങ്ങിൻ്റെ അടുത്തിടണം. ഈ ലോഡ് എനിക്ക് തിങ്കളാഴ്ചയാണ് അൺലോഡ് ചെയ്യാനുള്ളത് കേട്ടോ. ഇതാണ് കേട്ടോ പുതിയ സീല്. ഇനി ഇത് ഇടണം. അതുപോലെ തന്നെ നമ്മളെ കണ്ടെയ്നർ ലോക്ക് ഒന്നും കൂടെ സേഫായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് യാത്ര തുടരാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ പറഞ്ഞാലും വികസിത രാജ്യമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലായിടത്തും ഇതുപോലെ കുറേ എത്തിക്കണ്ണികളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുത്ത് തിന്നാൻ പറ്റത്തില്ല. ഇതേപോലെ വല്ലവൻ്റെയും കട്ടും മൂട്ടിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പൊക്കെ കാണിച്ച് ജീവിക്കുന്ന കുറേ നാറുകൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരിക്കട്ടെ.